സംഘർഷഭരിതമാണ് സർവകലാശാല ആസ്ഥാനം. വലിയ രീതിയിലുള്ള SFI പ്രവർത്തകരുടെ പ്രതിഷേധം, ഒപ്പം അതേ രീതിയിൽ തന്നെ പോലീസിന്റെ സാന്നിധ്യവും അവിടെയുണ്ട്. പക്ഷേ വളരെ സംയമനത്തോടെ കുറേയേറെ നേരമായി പോലീസും പ്രവർത്തകരും നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനിടയിലാണ് പ്രധാന വാതിൽ തള്ളി തുറന്ന് ഇപ്പോൾ പ്രവർത്തകർ മുകളിലത്തെ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. VC-യുടെ റൂമിന് മുന്നിലായി ഒരു ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലിന് സമീപത്താണ് ഇപ്പോൾ പ്രവർത്തകർ തമ്പടിച്ചു നിൽക്കുന്നത്. സർവകലാശാല ആസ്ഥാനത്ത് VC-യുടെ ഓഫീസിന് സമീപത്തൊരു സംഘർഷം വേണ്ടെന്ന് പോലീസ് തീരുമാനിച്ചിട്ടുണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും ഇത് എത്ര നേരമായി തുടരുന്ന ഒരു മുഖാമുഖമാണ്. ഈ സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കുന്ന ഈ അവസ്ഥ എത്ര നേരം തുടരാൻ കഴിയും? ശ്രീജ, സമാനതകളില്ലാത്ത പ്രതിഷേധം സർവകലാശാല കവാടത്തിൽ വൈസ് ചാൻസലറുടെ ഓഫീസിന്റെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 45 മിനിറ്റ് മുമ്പ് തുടങ്ങിയ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രധാന കവാടം തള്ളി തുറന്ന പ്രതിഷേധക്കാർ അകത്തേക്ക് കടക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥലത്തെത്തി ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള നീക്കം നടക്കും. അവിടെ വഴങ്ങുന്നില്ലാത്തൊരു സാഹചര്യമുണ്ടായാൽ പോലീസ് ബലം പ്രയോഗിക്കും. അപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ പിന്നെ ലാത്തി ചാർജിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം പോലീസ് ആക്ഷൻ തുടങ്ങിയിരിക്കുന്നു. പോലീസ് പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കിടയിൽ, മുദ്രാവാക്യ വിളികൾക്കിടയിൽ സർവകലാശാല കവാടത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സർവകലാശാല കെട്ടിടത്തിൽ ആ ഭാഗത്തിന്റെ പ്രത്യേകത ചെറിയൊരു ഉന്തും തള്ളും ഉണ്ടായാൽ പോലും അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. ചെറിയ സ്ഥലമാണ്. അവിടെയാണ് ഇത്രയധികം പ്രവർത്തകരും പോലീസും ഒരേ നിലയിൽ തമ്പടിച്ചു നിൽക്കുന്നത്. ഏറെ നേരമായി സംയമനം പാലിച്ചു നിൽക്കുകയായിരുന്നു പോലീസ്. പക്ഷേ ഇപ്പോൾ പ്രകോപനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പോലീസ് അവിടെ നിന്ന് മാറ്റുന്നുണ്ട്.
പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ഉന്തും തള്ളും ഉണ്ടാവുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുമ്പോഴും ഇടയിൽ ഉണ്ടാവുന്ന പ്രകോപനങ്ങളുണ്ട്. അത്തരം ആളുകളെ പോലീസ് ബലം പ്രയോഗിച്ച് ഓരോരുത്തരെയായി ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ോടെ ഈ കെട്ടിടത്തിന് മുന്നിലെത്തി പ്രതിഷേധം തുടങ്ങിയ പ്രവർത്തകരാണ്. അവർ ഏതാണ്ട് 1:30 വരെ കെട്ടിടത്തിന് മുന്നിൽ നിന്നു. കെട്ടിടത്തിന് പ്രധാന വാതിലിന് മുന്നിൽ നിന്ന് പ്രതിഷേധം തുടർന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രധാന വാതിൽ തള്ളി തുറന്ന് ബലം പ്രയോഗിച്ച് തുറന്ന് മുകളിലെ VCയുടെ ഓഫീസിന് സമീപത്തേക്ക് നീങ്ങിയത്. അവിടെ മുഖാമുഖം നിന്ന പ്രവർത്തകരെ ഇപ്പോൾ പ്രകോപനം സൃഷ്ടിക്കുന്നവരെ ഓരോരുത്തരെയായി പോലീസ് അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് മാറ്റുകയാണ്. പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ചെറുത്തുനിൽപ്പ് ഉണ്ടാവുന്നുണ്ട്.